പാലക്കാട് റെയിൽവേ ഡിവിഷനിൽ നിന്നും മംഗലാപുരം മാറിയതിനെ സംബന്ധിച്ച് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും ഉന്നയിക്കുന്ന ആരോപണം 100% അടിസ്ഥാനരഹിതവും കേവലം രാഷ്ട്രീയ പ്രേരിതവുമാണ്. മംഗലാപുരം പാലക്കാട് ഡിവിഷനോടൊപ്പം ചേർന്നാലും മാറിയാലും റെയിൽവേ വികസന രംഗത്ത് യാതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാത്രമല്ല, യാത്രക്കാർക്ക് ഒരു പ്രയാസവും പ്രശ്നവും ഇതുമൂലം ഉണ്ടാകാനും പോകുന്നില്ല. കഴിഞ്ഞ 12 വർഷക്കാലം മോദി സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിലും പ്രത്യേകിച്ച് പാലക്കാട് ഡിവിഷനിലും വികസന രംഗത്ത് വിസ്മയകരമായ വിപ്ലവമാണ് നടന്നിട്ടുള്ളത്. അത് മറയ്ക്കാനുള്ള കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ആസൂത്രിതമായ നീക്കത്തിൻ്റെ ഭാഗമാണ് ഇന്ന് പുതിയ വ്യാജ പ്രചരണം. കോൺഗ്രസും CPM-ഉം സംയുക്തമായും കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിൽ റെയിൽവേ വികസനത്തിന് ലഭിച്ചത് തുച്ഛമായ തുകയാണ്. മലയാളം സംസാരിക്കുന്ന 8 മന്ത്രിമാർ കേന്ദ്രത്തിലുണ്ടായിരുന്നു. അത് ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളും MP-മാരുമായിട്ടുള്ള KC വേണുഗോപാൽ, കൊടിക്കുന്നിൽ സുരേഷ്, ശശി തരൂർ, അതുപോലെ തന്നെ അന്ന് പ്രഗത്ഭരായിട്ടുള്ള ശ്രീമാൻ AK ആന്റണിയും ശ്രീമാൻ വയലാരവിയും ക്യാബിനറ്റ് മന്ത്രിമാരായിരുന്നു. മറ്റ് 6 പേർ അഹമ്മദ് ഉൾപ്പെടെയുള്ള, മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ കോൺഗ്രസിൻ്റെയും ഘടകകക്ഷികളുടെയും അധികായന്മാരായിട്ടുള്ള 8 പേർ കേന്ദ്രത്തിലുണ്ടായിട്ടും ഈ സംസ്ഥാനത്ത് കേന്ദ്രത്തിൻ്റെതായ ഒരു മൂത്രപ്പുര പോലും പണിയാൻ ഈ 8 പേർക്കും കഴിഞ്ഞിട്ടില്ല. അന്ന് UPA ഭരണകാലത്ത് കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിൽ ലഭിച്ചത് ഏറ്റവും ഒടുവിൽ 360 കോടി രൂപയാണ്. എന്നാൽ ഈ കഴിഞ്ഞ വർഷം കേരളത്തിൻ്റെ റെയിൽവേ വികസനത്തിന് വേണ്ടി നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചതും 3300 കോടിയാണ്. UPA ഭരണകാലത്ത് പാലക്കാട് ഡിവിഷനിൽ വികസനത്തിനായി ലഭിച്ചത് കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടിയും സംയുക്തമായി കേന്ദ്രം ഭരിച്ചപ്പോൾ കേരളത്തിന് മൊത്തം ലഭിച്ചത് 360 കോടി രൂപ. പാലക്കാട് ഡിവിഷന് മാത്രം ലഭിച്ചത് 160 കോടി രൂപ. എന്നാൽ നരേന്ദ്രമോദി സർക്കാർ കേരളത്തിന് മൊത്തമായി 3300 കോടിയും പാലക്കാട് ഡിവിഷന് മാത്രമായിട്ട് 1600 കോടി രൂപയും വികസന രംഗത്ത് ചെലവഴിച്ചിട്ടുണ്ട്. ഒന്ന്, റെയിൽവേ സ്റ്റേഷൻ്റെ നവീകരണത്തിന് കേരളത്തിലെ 35 റെയിൽവേ സ്റ്റേഷനാണ് നവീകരിച്ചത്. അതിൽ 8 എണ്ണം വിമാനത്താവളത്തിന് സമമായി അന്താരാഷ്ട്ര നിലവാരത്തിൽ ഉയർത്താൻ തീരുമാനിച്ചു. പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. നവീകരണം 60% പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തു. 40% പൂർത്തിയാകാൻ വേണ്ടി പോകുന്നു. പാലക്കാട് ഡിവിഷനിൽ മാത്രം 16 റെയിൽവേ സ്റ്റേഷനാണ് ഈ നവീകരണത്തിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുത്തത്. അതിൽ ബഹുഭൂരിപക്ഷവും പണി പൂർത്തീകരിച്ച് ഉദ്ഘാടനം നടന്നു കഴിഞ്ഞിരിക്കുന്നു. നോക്കണം, അന്ന് UPA കാലത്ത് 8 മലയാളം സംസാരിക്കുന്ന മന്ത്രിമാരുണ്ട്. കോൺഗ്രസും മാർക്സിസ്റ്റ് പാർട്ടി സംയുക്തമായ കേന്ദ്രം ഭരിച്ചത്. അന്ന് കേരളത്തിന് മൊത്തം 360 കോടി രൂപയാണ് അനുവദിച്ചതെങ്കിൽ നരേന്ദ്രമോദി സർക്കാർ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി മാത്രം 465 കോടി രൂപ നീക്കിവെച്ചത്. അതിന് പണി നടന്നുകൊണ്ടിരിക്കുക. മാത്രമല്ല, കേരളത്തിൽ തീവണ്ടികൾ അനുവദിച്ച കൂട്ടത്തിൽ 3 വന്ദേ ഭാരത് തീവണ്ടികൾ അനുവദിച്ചു. മാത്രമല്ല, കോച്ചുകളുടെ എണ്ണം വന്ദേ ഭാരത് തീവണ്ടികൾ ഉൾപ്പെടെയുള്ള വിവിധ തീവണ്ടികളുടെ കോച്ചുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു. ബ്രിട്ടീഷുകാർ കാലത്തുണ്ടായിരുന്ന കോച്ചുകൾ മാറ്റി LBH എന്ന് പറയുന്ന നവീനമായ കോച്ചുകൾ കേരളത്തിലെ തീവണ്ടികൾക്ക് അനുവദിച്ചു കൊടുത്തു. ഈ തരത്തിൽ റെയിൽവേ വികസന രംഗത്ത് വിസ്മയകരമായ വിപ്ലവമാണ്
നരേന്ദ്രമോദി സർക്കാരിൻ്റെ കാലത്തുണ്ടായത്. എന്നാൽ കോൺഗ്രസിൻ്റെയും CPM-ൻ്റെയും ഭരണകാലത്ത് കേരളത്തോട് അതിക്രൂരമായ അവഗണനയാണ് ഉണ്ടായത്. കേരളത്തെ ഒരു സംസ്ഥാനമായിട്ട് പോലും കേന്ദ്രം ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് പരിഗണിച്ചിരുന്നില്ല. രണ്ടാമത് മറ്റൊരു കാര്യം കൂടി, ഞങ്ങൾ BJP-യുടെ പ്രഖ്യാപിതമായ ലക്ഷ്യം വികസിത കേരളം എന്നുള്ളതാണ്. ഞങ്ങൾ അധികാരം കിട്ടിയിട്ടില്ല കേരളത്തിൽ, ഞങ്ങൾ പ്രതിപക്ഷത്താണ് ഇപ്പോൾ ഉള്ളത്. പക്ഷെ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് വികസിത കേരളം അത് യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ കേരളത്തിൻ്റെ വികസനത്തെ സംബന്ധിച്ച് ഒരു ബ്ലൂ പ്രിൻ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി പ്രധാനമന്ത്രിയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഈ തീരുമാനമുണ്ടായത്. ഇതിനെ തുടർന്ന് ഞങ്ങൾ കേന്ദ്ര പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവരാൻ ഞങ്ങൾ ശ്രമം ആരംഭിച്ചു. ബ്ലൂ പ്രിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഞങ്ങൾ അന്ന് റെയിൽവേ മിനിസ്റ്ററെ ഞങ്ങൾ കണ്ടിരുന്നു, 2 തവണ കണ്ടു. ആ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ 200ഓളം സ്പെഷ്യൽ ട്രെയിൻസ് ഓണാഘോഷത്തോടനുബന്ധിച്ച് അനുവദിച്ചിട്ടുണ്ട്, ഓടിക്കൊണ്ടിരിക്കുന്നു. എറണാകുളത്ത് നിന്നും ബാംഗ്ലൂരിലേക്കുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് 8 കോച്ച് എന്നുള്ളത് 16 കോച്ചുകളായി വർദ്ധിപ്പിച്ചു. അതേപോലെ നമ്മുടെ മറ്റ് 24 കോച്ചുകൾ ഇല്ലാത്ത ദീർഘദൂര തീവണ്ടികൾക്ക് മുഴുവൻ അധികം കോച്ചുകൾ അനുവദിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം ഇത് മാത്രമല്ല, ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇനി അടുത്ത 3 വർഷം, ഇപ്പം 3300 കോടിയാണല്ലോ ഇപ്പം റെയിൽവേ വികസനത്തിന് വേണ്ടി കേന്ദ്രം കേരളത്തിന് അനുവദിച്ചത്. പക്ഷെ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇതിൻ്റെ 10 മടങ്ങ് കോടികളാണ് കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടി അനുവദിക്കാൻ പോകുന്നത്. തത്വത്തിൽ ഞങ്ങളുടെ ചർച്ചകൾ ഞങ്ങൾ പുതിയ തീവണ്ടികൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പം 3 വന്ദേ ഭാരത് തീവണ്ടികൾ ഓടുന്നുണ്ട്. നിങ്ങൾക്കറിയാം, പകലോടുന്ന വന്ദേ ഭാരതാണ് ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ഇനി രാത്രി കാലത്തോടുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻസ് അത് അനുവദിക്കും എന്ന് ശ്രീ രാജീവ് ചന്ദ്രശേഖർജിയുടെ നേതൃത്വത്തിലുള്ള BJP സംഘം റെയിൽവേ മന്ത്രിയെ കണ്ട സമയത്ത് തത്വത്തിൽ അദ്ദേഹം അംഗീകരിച്ചിട്ടുണ്ട്. വന്ദേ ഭാരത് സ്ലീപ്പർ ട്രെയിൻസ് ഉൾപ്പെടെയുള്ള പുതിയ ട്രെയിനുകൾ വരാൻ വേണ്ടി പോകുന്നു. മാത്രമല്ല, മംഗലാപുരത്ത് നിന്ന് ഷൊർണൂരിലേക്ക് ഇപ്പോൾ 2 വരി പാത എന്നുള്ള 4 വരി പാതയാക്കാൻ പോകുന്നു. ഷൊർണൂർ ടു എറണാകുളം ഇപ്പം 2 വരിയാണുള്ളത്, അത് 3 വരി പാതയാക്കാൻ പോകുന്നു. ആലപ്പുഴ വഴിയും കോട്ടയം വഴിയും അപ് ടു കന്യാകുമാരി വരെ 3 വരി പാത അതിൻ്റെ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് നടപ്പിലാകുന്ന സമയത്ത് നമുക്ക് നിലവിൽ അനുവദിച്ച 3300 കോടിയുടെ ഒരു 10 മടങ്ങിലധികം തുക റെയിൽവേ വികസനത്തിന് വേണ്ടി കേരളത്തിൽ. ഇതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇത് മറച്ചു പിടിക്കാൻ ഒന്നും ചെയ്യാത്തവർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. മംഗലാപുരം പാലക്കാട് ഡിവിഷനോട് ചേർന്ന് നിൽക്കുകയോ അല്ലെങ്കിൽ മാറുകയോ ചെയ്തതുകൊണ്ട് യാത്രക്കാർക്കൊരു പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നില്ല. വികസന രംഗത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നില്ല. ഇനി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് കേന്ദ്രമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അത് പരിഹരിക്കാനും ഇതിലും കൂടുതൽ സൗകര്യങ്ങൾ ഉറപ്പുവരുത്താനും BJP തയ്യാറാകും എന്നും ഞങ്ങൾ ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. പാലക്കാട് ഡിവിഷൻ ഒഴിവാക്കാൻ പറ്റുന്നല്ലോ. ഇവിടെ എടുത്തു കഴിഞ്ഞാൽ മംഗലാപുരം മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് വന്ന് എവിടെ അല്ലേ റെയിൽവേൻ്റെ അക്കൗണ്ട് അറിയോ? നമുക്ക് റെയിൽവേക്ക് ഒറ്റ അക്കൗണ്ട് ഉണ്ട്. ചരക്ക് നീക്കം ഇവിടുന്ന് കുറച്ച് കുറഞ്ഞു നേരിച്ചോ. അപ്പുറം ഈ മൈസൂർ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കേൻ്റെ ഭാഗമൊന്നുമല്ലല്ലോ, ഇന്ത്യൻ റെയിൽവേൻ്റെ ഭാഗമല്ലേ. ഇപ്പൊ ഇവിടെ നഷ്ടപ്പെട്ടാൽ അപ്പുറത്ത് കൂടും. ഇതൊക്കെ ഇന്ത്യൻ റെയിൽവേയുടെ വരുമാനമാണ്. നമ്മളെന്തിനാ പാലക്കാട് ഡിവിഷൻ ഇപ്പം ഉദാഹരണം നമ്മൾക്ക് നഷ്ടം വന്നു എന്നാൽ ഇത് ഏതെങ്കിലും സ്വകാര്യ വ്യക്തികൾക്കാണ് പോകുന്നതെങ്കിൽ ആയിക്കോട്ടെ. സാധാരണ രീതിയിൽ റെയിൽവേക്ക് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടാൽ റെയിൽവേക്ക് അപ്പുറത്ത് കിട്ടും, അല്ലെങ്കിൽ മറ്റൊരു ഡിവിഷനിൽ കിട്ടും. നമുക്കാകെ പ്രശ്നം എന്താ? നമുക്ക് പ്രശ്നം ഈ ഡിവിഷനിൽ യാത്രക്കാർക്ക് എന്തെങ്കിലും പ്രശ്നം വരും, യാത്രാ സൗകര്യങ്ങൾ കുറയോ, ഇന്ന് അനുഭവിക്കുന്ന എന്തെങ്കിലും
ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമോ? ഞങ്ങൾ പറയുന്നു ഇത് നിഷേധിക്കപ്പെടില്ല എന്ന് മാത്രമല്ല, അടുത്ത 3 വർഷത്തിനുള്ളിൽ ഇപ്പം നമ്മുടെ യാത്രക്കാർക്ക് എന്തൊക്കെ സൗകര്യങ്ങളാണുള്ളത് അതിന് 10 മടങ്ങ് സൗകര്യം ലഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഈ ഡിവിഷന്റെ മാനദണ്ഡം അത് മാനദണ്ഡമാക്കാതെയുള്ള വികസന പ്രവർത്തനമായിരിക്കും എന്ന് തന്നെയാണ് ഉറപ്പ്. അത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ വരുമാനത്തിൻ്റെ തോതനുസരിച്ചല്ല, അല്ലെങ്കിൽ തിരുവനന്തപുരം ഡിവിഷൻ്റെ തോതനുസരിച്ചല്ല ഈ 3300 കോടി നിശ്ചയിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞാൻ സൂചിപ്പിച്ചല്ലോ, നമ്മുടെ 3300 കോടിയിൽ നമുക്ക് 1600 കോടിയിലധികം നമുക്ക് പാലക്കാട് ഡിവിഷൻ കിട്ടിയിട്ടുണ്ട്. ഈ 1600 കോടിയും നമ്മുടെ പാലക്കാട് ഡിവിഷൻ്റെ വരുമാനം തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇവിടെ ആവശ്യം എന്താ? നമുക്ക് പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷൻ നവീകരിക്കണം. അപ്പോൾ നിശ്ചയിച്ചു. അതിൽ കോഴിക്കോട് വിമാനത്താവളത്തെ തുല്യമാക്കണം, 460 കോടി. ആ 460 കോടിയും ഈ പാലക്കാട് ഡിവിഷൻ്റെ വരുമാനവും തമ്മിൽ എന്താ ബന്ധം? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഒരു ഒറ്റ കാര്യം പറയും. നമ്മുടെ മാധ്യമ സുഹൃത്തുക്കളായതുകൊണ്ട് നിങ്ങളൊരു റിസർച്ച് നടത്തണം. ഈ ഞാൻ കേരളം മൊത്തം ഞാൻ പറയുന്നില്ല, അല്ലെങ്കിൽ കേരളം മൊത്തം ആയിക്കോട്ടെ, സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഞങ്ങൾ അധികാരത്തിൽ വരുന്നതിന് മുമ്പ് റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിൽ ഓരോ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കൂട്ടിക്കും, ഓരോ റെയിൽവേ സ്റ്റേഷനിലും UP കോൺഗ്രസ് ആണല്ലോ കൂടുതൽ ഭരിച്ചത്, കോൺഗ്രസ് CPM ഭരിച്ചല്ലോ. ഒരു റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി എത്രയാണ് കൊടുത്തത്? നിങ്ങൾ കൂടുതൽ അവിടെ ഒന്നും പോകണ്ട. നിങ്ങൾ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ നവീകരണ പദ്ധതിയാണ് ABSS. ഇപ്പം നമ്മുടെ തൊട്ടടുത്ത് പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷൻ, പിന്നെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷൻ, മാഹി റെയിൽവേ സ്റ്റേഷൻ, പിന്നെ വടകര റെയിൽവേ സ്റ്റേഷൻ സ്വാതന്ത്ര്യ സമ്പാദനത്തിന് ശേഷം ഒരു 2 കോടിയിലധികം തുക ഒറ്റ തവണയായിട്ട് ഇവിടെ എവിടെയെങ്കിലും അനുവദിച്ചിട്ടുണ്ടോ ഇവരുടെ കാലത്ത്? ഇപ്പം അനുവദിച്ചെത്തിയാണെന്നറിയോ? 20 കോടി മുതൽ 58 കോടിയാണ്. 20 കോടി മുതൽ 58 കോടി. സ്വാതന്ത്ര്യം ലഭിച്ചിട്ട് ഒരു 5.5 പതിറ്റാണ്ടുകാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് നമ്മുടെ കേരളത്തിലെ റെയിൽവേ സ്റ്റേഷൻ്റെ വികസനത്തിന് വേണ്ടി 25 ലക്ഷം, 16 ലക്ഷം, 8 ലക്ഷം, 2 ലക്ഷം, 1,14,000 ഇങ്ങനെ അനുവദിച്ച്. അതുകൊണ്ടാണ് നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ നിങ്ങൾ കണ്ടിരിക്കും, രാമേശ്വരത്തെ ക്ഷൗരം പോലെയാണ് റൂഫ്. ഒരു 1.5 മീറ്റർ റൂഫ് ഒരു സ്ഥലത്ത്, അതിന് കുറച്ച് അകലത്ത് ഒരു 75 സെൻറ്റിമീറ്റർ റൂഫ്. കാരണം എന്താ? അന്നെങ്ങനെയാണെന്നറിയോ? അന്ന് ഡിവിഷന് വേണ്ടി ഒരു പൈസ അനുവദിക്കും. അത് ആകെ എത്ര സ്റ്റേഷനുണ്ട് അതിന് വേണ്ടി വീതിക്കും. വീതം വെച്ചിട്ട് പറയും നിങ്ങൾ ഇന്ന പണിക്ക് വേണ്ടി ഇത് ഉപയോഗിച്ചു. അപ്പോൾ ചില ആൾക്കാർ 1.5 മീറ്റർ റൂഫ് പണിയും. അവിടെ രാമേശ്വരത്തെ ക്ഷൗരം പോലെ. ഇപ്പോൾ ABSS സ്കീമിൽ നിങ്ങൾ നോക്ക്, എൻഡ് ടു എൻഡ് ആ റൂഫ്, ലിഫ്റ്റ് ഉണ്ട്, എസ്കലേറ്റർ ഉണ്ട്, ഇരിക്കാൻ സൗകര്യമുണ്ട്, വെളിച്ചമുണ്ട്, വെള്ളമുണ്ട്, നമുക്ക് ഡിജിറ്റൽ പിന്നെ ബോർഡുകളുണ്ട്. ഇതും ഈ ഡിവിഷൻ്റെ വരുമാനം തമ്മിൽ എന്താ ബന്ധമുള്ളത്? ഇവിടെ ഞാൻ ചോദിക്കട്ടെ, നമ്മുടെ ഇന്നത്തെ നിയമം അനുസരിച്ച് ചിലത് ഡിവിഷൻ തീരുമാനിക്കും, ചിലത് സോൺ തീരുമാനിക്കും, ചിലത് കേന്ദ്രം തീരുമാനിക്കും. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പാലക്കാട് ഡിവിഷൻ തീരുമാനിച്ചാൽ എന്താ? തിരുവനന്തപുരം ഡിവിഷൻ തീരുമാനിച്ചാൽ എന്താ? ഇനി സൗത്ത് വെസ്റ്റേൺ റെയിൽവേ തീരുമാനിച്ചാൽ എന്താ? മൈസൂർ ഡിവിഷൻ തീരുമാനിച്ചാൽ എന്താ? നമുക്ക് നമ്മുടെ ആവശ്യങ്ങൾ ലഭിച്ചാൽ പോരെ? ഇനിയിപ്പം നിങ്ങൾ പറഞ്ഞോ എന്തെങ്കിലും നമുക്ക് ഇനി ഭാവിയിൽ ഇനി ഞങ്ങൾ ഇനി മംഗലാപുരം പാലക്കാടിനോടൊപ്പം ചേർന്നാലോ അല്ലെ പാലക്കാട് നിന്ന് മാറ്റിയാലോ എന്തോ ആയിക്കോട്ടെ, നമ്മളെ സംബന്ധിച്ച് എന്തെങ്കിലും നമുക്ക് നിലവിൽ അനുഭവിക്കുന്ന എന്തെങ്കിലും ആനുകൂല്യം നിങ്ങൾക്ക് നാളെ നഷ്ടപ്പെട്ടാൽ അന്ന് പറയാം, നിങ്ങൾ അന്ന് പറയാം. അപ്പോൾ ഞാൻ ചോദിക്കുക, റെയിൽവേ എന്തായാലും റെയിൽവേ തീരുമാനിക്കുന്നത്. ഈ നമ്മളെ റെയിൽവേയിൽ നിന്ന് പുറത്തുള്ള ആരും റെയിൽവേന്റെ കാര്യം ഇപ്പോൾ തീരുമാനിക്കുന്നില്ല, ഇനി ഭാവിയിൽ തീരുമാനിക്കില്ല. നമുക്കിതുകൊണ്ട് കേരളത്തിന് നഷ്ടമൊന്നുമില്ലെന്നാണല്ലോ പറയുന്നത്. പക്ഷെ അവിടെ കർണാടകയിൽ ഒറ്റക്കെട്ടായി BJP ആവശ്യപ്പെടുന്നുണ്ട്, അവിടെ ജനപ്രതിനിധി ആവശ്യപ്പെടുന്നുണ്ട് പലപ്പോഴും. അങ്ങനെ അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പോവുകയും ചെയ്യുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് തിരിച്ച് ഇവിടെ ഒരു ഒറ്റക്കെട്ടായിട്ട് നിൽക്കാത്തത്? BJPക്ക് താല്പര്യമില്ല അവിടെ കർണാടകയിൽ പോകണമെങ്കിൽ? അത് ഞങ്ങൾക്ക് താല്പര്യമുള്ളത് കൊണ്ടാണല്ലോ വികസിത കേരളം എന്നുള്ള ഒരു സങ്കല്പം യാഥാർത്ഥ്യമാക്കാൻ ഞങ്ങൾ ബ്ലൂ പ്രിന്റ് തയ്യാറാക്കി. കേരളത്തിൻ്റെ റെയിൽവേ വികസന രംഗത്ത് എന്താണോ വേണ്ടത് അതൊന്ന് അടിസ്ഥാന രംഗത്തെ വികസനം ഞങ്ങൾ ചർച്ച നടത്തിയിട്ടുണ്ട്. മാത്രം ഇത് ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായിട്ട് ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ നടത്തിയ ചർച്ചയെ തുടർന്നാണ് പ്രതിപക്ഷത്തിരുന്നു കൊണ്ടും ഈ വികസിത കേരളം നടപ്പാക്കാൻ സാധിക്കും എന്ന് ഞാൻ തീരുമാനിച്ചത്. ഞങ്ങൾ എല്ലാ മന്ത്രിമാരെയും കണ്ടു.
ഞങ്ങൾ കൊടുത്ത നിവേദനം കാണിച്ചു തരാം. ഞങ്ങൾ അടിസ്ഥാന സൗകര്യത്തിന് വികസനം ആദ്യം കൊടുത്തത് 2 പുതിയ തീവണ്ടികളെക്കുറിച്ച്, പുതിയ തീവണ്ടികൾ, പുതിയ കോച്ചുകൾ വർദ്ധിപ്പിക്കുന്നതിനെക്കുറിച്ച്. നമ്മുടെ യാത്രക്കാർക്ക് എന്താണോ ആവശ്യം അത് ഞങ്ങൾ ഓൾറെഡി അവതരിപ്പിച്ചിട്ടുണ്ട്, ഇനിയും അവതരിപ്പിക്കാൻ പോകുന്നുണ്ട്. ഇപ്പം ഞാൻ ചോദിക്കട്ടെ, നിലമ്പൂർ നിങ്ങൾക്കറിയാം, ഷൊർണൂരിൽ നിന്ന് ഞാൻ PACയുടെ ചെയർമാനായ സമയത്താണ് നമ്മുടെ ഈ അമൃത് ഭാരത് സ്റ്റേഷൻ സ്കീമിൻ്റെ ആ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. ഇപ്പം എൻ്റെ ഒരു പരിമിതമായ, ഞാൻ വലിയ PAC ചെയർമാൻ എന്ന നിലയ്ക്ക് വലിയ ചുമതലയാണ് ഞാൻ പറയുന്നില്ല, പക്ഷേ ചെറിയ ആ ഒരു പരിമിതമായ ഒരു ചുമതല വഹിച്ചുകൊണ്ട് കേരളത്തിലെ 35 സ്റ്റേഷനുകൾ ഈ പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചോദിക്കുന്ന 8 മന്ത്രിമാരാണ് അന്ന് UPA കാലത്തുണ്ടായിരുന്നത്. മലബാറിലുണ്ട്, മധ്യ കേരളത്തിലുണ്ട്, തെക്കൻ കേരളത്തിലുണ്ട്, ഇല്ലേ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങളൊക്കെ മാധ്യമപ്രവർത്തകരല്ലേ? നമ്മുടെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിൽ എന്താ വികസനം ഉണ്ടായത്? പയ്യന്നൂരിൽ എന്താ ഉണ്ടായത്? കോഴിക്കോട് എന്താ ഉണ്ടായത്? ഇനി 2 പേര് ക്യാബിനറ്റ് 2 മന്ത്രിമാർ ആലപ്പുഴ ജില്ലക്കാരെ, നിങ്ങൾക്കറിയാലോ. അന്നത്തെ ഞാൻ ആ പേര് വെറുതെ പറയുന്നില്ല. എന്നിട്ട് എന്താ ഞാൻ ആലപ്പുഴ റെയിൽവേ സ്റ്റേഷനിൽ എന്ത് വികസനമാണ് ആ കാലത്തുണ്ട്? 2 ക്യാബിനറ്റ് മിനിസ്റ്റർ മാത്രമല്ല, അന്നത്തെ UPA ഭരണത്തെ നിയന്ത്രിച്ചതാണ് അതിലൊരാൾ. എന്താ ഉണ്ടായി? പക്ഷെ ഇന്ന് ഞങ്ങൾ വികസനത്തിന് വേണ്ടി ഞങ്ങൾ കേരളത്തിൽ പ്രതിപക്ഷത്തിരുന്നു കൊണ്ട് ഞങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് സമീപിക്കുന്നു, കൊണ്ടുവരും. ഇനി എന്താണോ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് ആവശ്യം അത് കൊണ്ടുവരാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധ. അത് രാഷ്ട്രീയമൊന്നുമല്ല, വികസനമാണ്. ഞാൻ സംസാരിച്ചല്ലോ, ഞങ്ങൾ കേരളത്തിലെ റെയിൽവേ വികസനത്തിന് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. മാത്രമല്ല അത് ചെയ്തതെന്നുള്ള ഞങ്ങൾ കോൺഗ്രസ്സുകാർ പോലെ പൊട്ടയായ വാഗ്ദാനമല്ല. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ പറഞ്ഞു, പിന്നെ ഇവിടെ എറണാകുളത്തു നിന്നും പിന്നെ ബാംഗ്ലൂർക്ക് പോകുന്ന വന്ദേ ഭാരത് എക്സ്പ്രസ്സിന് 8 കോച്ചുകളേ ഉള്ളൂ. യാത്രക്കാരുടെ വിവിധ സംഘടനകളുണ്ട്, ഞങ്ങൾക്കറിയാലോ. മാധ്യമ സുഹൃത്തുക്കൾ എറണാകുളം ഭാഗത്തുള്ള ഞങ്ങളോട് ഇത് പരാതിയുമായി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ വേണ്ടത്ര ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഞങ്ങൾ കണ്ടു, ഞങ്ങൾ നടപ്പാക്കി, ഉദ്ഘാടനം കഴിഞ്ഞു. അതുപോലെ തന്നെ ആദ്യം 100 സ്പെഷ്യൽ ട്രെയിൻസുകൾ നിങ്ങളെല്ലാം വാർത്ത കൊടുത്തതാണ്. ആദ്യം റെയിൽവേ മന്ത്രി തന്നെയാണ് അക്കാര്യം പ്രഖ്യാപിച്ചത്, നിങ്ങൾ വാർത്ത കൊടുത്തു. അത് പോരാ എന്നുള്ളത് മാധ്യമങ്ങളുടെ ഭാഗത്ത് വന്നു. ശരിയാ, അത് മതിയായില്ല. ഞങ്ങൾ വീണ്ടും മന്ത്രിയെ കണ്ടു, വീണ്ടും 100 സ്പെഷ്യൽ ട്രെയിൻസ് അനുവദിച്ചിട്ടുണ്ട്, ഓടിക്കൊണ്ടിരിക്കുക. ഇപ്പം ഞങ്ങൾ കേരളത്തിലെ വികസനത്തോടൊപ്പം പക്ഷെ ഈ ഒന്നും ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ ഈ പ്രതിഷേധവുമായി രംഗത്ത് വരുന്നത് നമുക്ക് നമ്മുടെ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന കേന്ദ്ര പദ്ധതികൾ, ജനോപകാരപ്രദമായ പദ്ധതികൾ, ഈ വികസന വിപ്ലവം അത് തമസ്കരിക്കാനുള്ള ആസൂത്രമായി നീക്കുക. ഇവർക്ക് ഇതേ സാധിക്കൂ. ഇവർക്ക് വികസനം കൊണ്ടുവരാൻ സാധ്യമല്ല, ആരെങ്കിലും കൊണ്ടുവരുന്ന വികസനത്തെ തമസ്കരിക്കുക. റെയിൽവേ രംഗത്ത് സ്വാഭാവികമായിട്ടും ഇത്തരത്തിൽ പല അവരുടെ ഭരണപരമായ നടപടിക്രമങ്ങൾ പലതും എടുക്കുന്നുണ്ട്. നമ്മൾ ചിന്തിക്കേണ്ടത് എന്താ? നമ്മൾ ചിന്തിക്കേണ്ടത് കേരളത്തിലെ യാത്രക്കാർക്ക് കോട്ടാണോ നേട്ടാണോ? നിലവിൽ ആനുകൂല്യം നിഷേധിക്കുമോ? റെയിൽവേ ഇപ്പം പല നിശ്ചയിപ്പം ചില തീവണ്ടി പിന്നെ എഞ്ചിൻ്റെ, ഞാനിപ്പോൾ ഇന്ന് റെയിൽവേ ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ എഞ്ചിൻ അത് മെയിൻ്റെനൻസ് ചെയ്യുന്നത് ചില സമയം പാലക്കാട് പിന്നെ ഡിവിഷൻ ചെയ്യുന്നത് തിരുവനന്തപുരം ഡിവിഷനാക്കും, തിരുവനന്തപുരം ഡിവിഷൻ ചെയ്യുന്നത് ചില സമയം പിന്നെ കോയമ്പത്തൂരോ ആക്കും. മാത്രമല്ല, നിങ്ങൾ മറ്റൊരു കാര്യം കൂടി പിന്നെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുക. ഇനി നമ്മളിപ്പോൾ മംഗലാപുരം മാറ്റിയതിനെക്കുറിച്ചാണല്ലോ നമ്മുടെ ചർച്ച. ഇനി തിരിച്ച് പാലക്കാട് ഡിവിഷനോടൊപ്പം ചേരുവോ അല്ലെങ്കിൽ മാറി നിൽക്കുമോ, അത് വേറെ കാര്യം. ഇനി നമ്മളിപ്പോൾ ഈ പാലക്കാട് ഡിവിഷൻ ഉള്ള വികസനത്തിന് നമ്മൾ കൂടുതൽ മുതൽ മുടക്കുന്നത് മംഗലാപുരത്താണ്. എന്താ കാര്യം എന്ന് വെച്ചാൽ അവിടെ ഈ തീവണ്ടിയുടെ പലതും ആരംഭിക്കുന്ന അവിടെ നിന്നാണ്. മാത്രം നമുക്ക് ആവശ്യത്തിലധികം ഭൂമി റെയിൽവേക്ക് മംഗലാപുരത്തുണ്ട്. അതുകൊണ്ടാണ് മെയിൻ്റെനൻസിൻ്റെ സംവിധാനം മുഴുവൻ നേരത്തെ അവിടെ ഉണ്ടാക്കിയത്. പിറ്റ് ലൈന് അവിടെയാണ് കൂടുതൽ നമ്മൾ സ്ഥാപിച്ചത്. സ്ലാബിംഗ് പിറ്റ് ലൈനിൽ നിന്ന് വണ്ടി അതിൻ്റെ പണി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാറ്റി നിർത്തുന്ന സ്ലാബിംഗ് എന്ന് പറയുന്നത് അതും അവിടെയാണ് സ്ഥാപിച്ചത്. അതായത് പാലക്കാട് ഡിവിഷനിൽ കൂടുതൽ നിക്ഷേപം വികസന രംഗത്ത് നമ്മൾ നടത്തിയത് എവിടെയാണ്? മംഗലാപുരത്ത്. പക്ഷേ ഇനി ഉറപ്പ് പറയുന്നു,
നമ്മുടെ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട്, പാലക്കാട് ഈ റെയിൽവേ സ്റ്റേഷനുകൾ കൂടുതൽ പിറ്റ് ലൈൻ വരാൻ വേണ്ടി പോകുന്നു. അതുപോലെ തന്നെ പുതിയ തീവണ്ടികൾ ആരംഭിക്കാൻ പറ്റുന്ന രീതിയിൽ ഈ റെയിൽവേ സ്റ്റേഷനുകൾ മാറും. നമുക്ക് ലഭിക്കുന്ന കൂടുതൽ തുക ഈ മേഖലയിൽ ഈ സ്റ്റേഷനുകൾ നമുക്ക് ചെലവഴിക്കാൻ സാധിക്കും. പുതിയ വികസനം വരാൻ വേണ്ടി പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പറയുന്നത് പോലെ നമുക്ക് ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഈ പറയുന്ന സ്റ്റേഷനുകളിൽ ഉണ്ടാകാൻ വേണ്ടി പോകുന്നു. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരം അവിടെയാണ് ഞാൻ പറഞ്ഞത്, അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നത്. ഇപ്പം നിലവിൽ നമ്മുടെ രാത്രികാലത്ത് നമ്മുടെ കണ്ണൂരിൽ നിന്നും തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടികൾ യാത്രക്കാർ കൂടുതലുണ്ട്, ആവശ്യത്തിന് വണ്ടികളില്ല. അപ്പോൾ നമുക്ക് പുതിയ വണ്ടികൾ വേണം. ഒപ്പമുണ്ട് നിങ്ങൾ. ഇന്ന് ഞാൻ പറഞ്ഞൊരു മാധ്യമത്തിൽ, നിങ്ങൾ പറയാതെ ഞാൻ പറഞ്ഞൊരു മാധ്യമത്തിൽ, മാതൃഭൂമിയോ മനോരമയോ എനിക്കറിയില്ല, പ്രിന്റ് മീഡിയ ഞാൻ കണ്ടത്, അതായത് നമ്മുടെ കണ്ണൂരിൽ നിന്ന് വടക്കോട്ടേക്ക് യാത്രക്കാരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ തീർച്ചയായും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. യാത്രക്കാർക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് പരിഹരിക്കപ്പെടണം. അത് മെമു ആണ് വേണ്ടത്, മെമു വേണം. ദീർഘദൂര തീവണ്ടികളാണോ വേണ്ടത്, ദീർഘദൂര തീവണ്ടികൾ വേണം. ഇപ്പം നമ്മുടെ കേരളത്തിൽ നിന്ന് ദീർഘദൂര യാത്രക്കാരെ സംബന്ധിച്ച് വലിയ ആശ്വാസമായിരിക്കും നമ്മുടെ സ്ലീപ്പർ വന്ദേ ഭാരത് തീവണ്ടികൾ. അല്ലല്ല, അങ്ങനെ എനിക്കറിയില്ല അങ്ങനെ നീക്കം നടന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മളിപ്പോൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. നമ്മൾ കേട്ടിരുന്നത്, ചർച്ച ചെയ്തിരുന്നത് സേലം ഡിവിഷനെ കുറിച്ച്. അത് ഇദ്ദേഹം പറഞ്ഞ പോലെ സേലം ഡിവിഷനെ കുറിച്ചാണ് വലിയ ചർച്ച നടക്കുന്നത്. കാരണം പാലക്കാട് ഡിവിഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട റെയിൽവേ സ്റ്റേഷനുകളാണ് നമുക്കന്ന് നഷ്ടപ്പെട്ടിരുന്നത്. അന്ന് നമ്മുടെ ഇവിടെ ചോദിച്ച ചോദ്യവും വളരെ പ്രസക്തമാണ്. അന്ന് ഡിവിഷൻ്റെ വരുമാനം, അതുപോലെ ഈ ട്രാക്കിൻ്റെ നീളം, ഇതൊക്കെ ഈ വികസനത്തിന് ലഭിക്കുന്ന തുകയുടെ ഒരു മാനദണ്ഡമായിരുന്നു. ഇപ്പം ആ വികസന സങ്കല്പം മാറി. ഇത് കോൺഗ്രസ് രാജ്യത്ത് ഭരണം, കോൺഗ്രസിൻ്റെ ഭരണമല്ല ഇപ്പം നിലനിൽക്കുന്നത്. ഇപ്പോൾ കോൺഗ്രസ്സുകാർ കരുതുന്നത് അവരുടെ കാലത്തുള്ള വികസന സങ്കല്പമാണ്, അതിൽ മാനദണ്ഡമാണ് ഇപ്പോഴുള്ളതെന്നാണ്. അവരുടെ മാനദണ്ഡം ഉള്ളത് കൊണ്ടാണ് KC വേണുഗോപാലിനെ പോലെ ആളുകൾ മന്ത്രിയായിട്ടും നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരുന്നത്. ഞാൻ അവരാരെയും കുറ്റപ്പെടുത്തുന്നില്ല. ഇപ്പം നമുക്ക് AK ആൻ്റണിക്ക് കഴിവ് കുറവാണെന്ന് പറയാൻ പറ്റുമോ? ശ്രീമാൻ വയലാരവിക്ക് കഴിവ് കുറവാണെന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റുമോ? ഇല്ല. വേണുഗോപാലിന് കഴിവ് കുറവുണ്ടോ? കുടിക്കുന്ന സുരേഷിന് കഴിവ് കുറവുണ്ടോ? മുല്ലപ്പള്ളി രാമേന്ദ്രന് കഴിവ് കുറവുണ്ടോ? അഹമ്മദിന് കഴിവ് കുറവുണ്ടോ? ശശി തരൂരിന് കഴിവ് കുറവുണ്ടോ? പക്ഷെ കേരളത്തിൽ എന്തെങ്കിലും സാധിച്ചോ? ഒന്നും സാധിച്ചില്ല. അത് കോൺഗ്രസിൻ്റെ വികസന സമീപനവും വികസന നിലപാടുമാണ് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കാത്തത്. ഒരു 5 നയാ പൈസയുടെ മുതൽ മുടക്ക് പോലും ഉണ്ടായിരുന്നു. മാത്രമല്ല, നിങ്ങൾ നോക്ക്, 2011 റായ്ബറേലിയിലും നമ്മുടെ കഞ്ചിക്കോട്ടും ഒരേ സമയത്തിലെ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചത് UPA ഗവൺമെൻറ്. 2 വർഷം കൊണ്ട് റായ്ബറേലി കോച്ച് ഫാക്ടറി ഉദ്ഘാടനം ചെയ്തല്ലോ. എന്തുകൊണ്ടാണ് ഈ 10 ആൾക്കാർക്ക് അന്ന് അവിടെ പോയി ഇന്നിപ്പം ഞാൻ മനസ്സിലാക്കുന്നത്, അടുത്ത ഓണ ദിവസം കോൺഗ്രസ് MP-മാർ നമ്മുടെ ഡിവിഷൻ ഓഫീസിന് മുന്നിൽ നിരാഹാര സത്യാഗ്രഹം അനുഷ്ഠിക്കുന്നതെന്നാണ്. ഇവർ 2011 എന്താ അവിടെ നിരാഹാരം അനുഷ്ഠിക്കാതിരുന്നത്? കോൺഗ്രസ് പ്രഖ്യാപിച്ചതല്ലേ കോച്ച് ഫാക്ടറി, 11 പ്രഖ്യാപിച്ചു. എന്നിട്ടോ കഞ്ചിക്കോട് നിന്ന് 21 കിലോമീറ്റർ ഇപ്പുറത്ത് വെച്ചാൽ ഉദ്ഘാടനം നടത്തി. ഒരു ഫലകയും വെച്ചിട്ട് ഉദ്ഘാടനം. കഞ്ചിക്കോട്ട വ്യവസായ കേന്ദ്രം, ഈ കോച്ച് ഫാക്ടറി പ്രഖ്യാപിച്ചത്. അവിടെ ഉദ്ഘാടനം നടത്തുന്നതിന് പകരം ഇവിടെ കോട്ട മൈതാനത്ത് ഒരു ഫലകവും വെച്ചിട്ട് ഉദ്ഘാടനം നടത്തി. 2014 വരെ ഇവരുണ്ടായിരുന്നല്ലോ. ഒരു ദിവസം മുഴുവൻ നിരാഹാരം വേണ്ട, 1 മണിക്കൂർ നിരാഹാരം നടത്തിയോ കോൺഗ്രസ്സുകാർ? പാലക്കാട് ഡിവിഷൻ വിഭജിച്ചപ്പോൾ ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് അരമണിക്കൂർ നിരാഹാരം അനുഷ്ഠിച്ചോ? ഇല്ല. അന്ന് ഞാൻ ചോദിച്ചതുപോലെ അന്ന് ഇവരൊക്കെ കാശിക്ക് പോയിരുന്നു. അപ്പം ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത്, ഒന്ന്, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കളും ഉന്നയിച്ചിട്ടുണ്ട് ഈ കൂടുതൽ തീവണ്ടി അത്തരം കാര്യങ്ങൾ, യാത്രക്കാരുണ്ടോ അതിന് ആവശ്യമായിട്ടുള്ള നിലപാടുകൾ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കും. ഞങ്ങൾ വികസനം കേരളത്തിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. അത് റെയിൽവേ വികസനം, ഹൈവേ വികസനം, സീപോർട്ട്, എയർപോർട്ട്, എല്ലാ മേഖലയിലുമുള്ള വികസനത്തിന് വേണ്ടി ഭാരതീയ ജനതാ പാർട്ടി NDA പരിശ്രമിക്കും. 3 വർഷക്കാലം നിങ്ങൾക്ക് നേരിട്ടത് അനുഭവിച്ചറിയാൻ സാധിക്കും.